പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന്, നാം സ്വസ്ഥമായും സുഖമായും ഇരിക്കണമെന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു നല്ല പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾ എപ്രകാരമായി കാണണമെന്ന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളായ, തന്നെ സേവിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുക: പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുക എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ മാത്രമല്ല നാം ശുഭത അനുഭവിക്കേണ്ടത്, നമ്മുടെ സകല മേഖലകളിലും, നമ്മുടെ സമസ്ത മേഖലകളിലും ആ ശുഭതയും സുഖവും അനുഭവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിലും എന്താവശ്യത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുകയാണെങ്കിലും ആ ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ജീവിതത്തെ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ദൈവം നൽകുന്ന ആ നന്മകൾ, ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്മ പ്രാപിക്കുക മാത്രമല്ല ആ നന്മ ജീവിതത്തിലുടനീളം അനുഭവിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെപ്പറ്റി വേദപുസ്തകത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള ദൈനംദിന വചനധ്യാനത്തിൻ്റെ ഈ പുതിയ പ്രഭാതത്തിലെ വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിലും യേശുവിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് തുടങ്ങാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു മനുഷ്യനെ പരിചയപ്പെടുവാനായിട്ട് കഴിയും. അദ്ദേഹം യഹൂദയുടെ രാജാവാണ്. വെറും 16 വയസ്സ് പ്രായമുള്ളപ്പോൾ യഹൂദയുടെ രാജാവായിട്ട് എഴുന്നേൽക്കുവാൻ ദൈവത്താൽ നിയോഗിതനായിട്ടുള്ള മനുഷ്യനായിരുന്നു ഉസിയാവ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അമസ്യാവ് എന്നാണ്. മാത്രമല്ല അദ്ദേഹം ഈ ഉസിയാവിന് തൊട്ട് മുൻപത്തെ യഹൂദയുടെ രാജാവായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ മാതാവ് യെഖൊല്യയാണ്. അങ്ങനെ അമസ്യാവിൻ്റെയും യെഖൊല്യായുടെയും പുത്രനായിരുന്നു ഉസിയാവ് എന്നുള്ള യഹൂദയുടെ രാജാവ്. അങ്ങനെ വെറും 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം യഹൂദയുടെ രാജാവായി മാറ്റപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരംഭം വളരെ മനോഹരമായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിലും യഹോവ ഭക്തനായിരിക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധയോടെ താൻ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു മനുഷ്യനായിരുന്നു ഉസിയാവ് എന്നുള്ള രാജാവ്. അതിൻ്റെ പ്രാരംഭ ചില വചനങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാം. 4-ാമത്തെ വചനത്തിൽ കാണുന്നു, അദ്ദേഹം യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. 5-ാമത്തെ വചനത്തിൽ കാണുന്നു, യഹോവ ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു ഉസിയാവ് എന്ന രാജാവ്. മാത്രമല്ല അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകൾ, സവിശേഷതകൾ അദ്ദേഹത്തെക്കുറിച്ച് നാം കാണുകയാണ്. തികഞ്ഞ ഒരു ദൈവഭക്തൻ, ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നവൻ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് മാത്രം ചെയ്യുന്നവൻ, യഹോവയെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്തിരിക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഉസിയാവ്. അങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന് മൈൻഡ് ചെയ്യാതിരിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കുവാനായിട്ട് കഴിയുമോ? അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് 5-ാമത്തെ വചനത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്: അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി, ദൈവം അവനെ പ്രോസ്പറാക്കി മാറ്റി, അവനെ എല്ലാ നിലവാരത്തിലും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇന്ന് പകലിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തിൻ്റെ മുഖം തേടുന്നവരെ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്യുന്നവരെ, നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തൻ തന്നെയാകുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ അനുഗ്രഹത്തിൻ്റെ തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവം നൽകിയ പദവിയിൽ താൻ പ്രോസ്പറായി. ഒരുപാട് വാക്കുകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കാം, ചിലത് മാത്രം വായിക്കട്ടെ. അദ്ദേഹം അസ്തോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ദൈവം ഫെലിസ്ത്യർക്കും ഗൂർബാലിൽ പാർത്ത അരാബ്യർക്കും യമൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. ദൈവം തന്നെ അവനെ സഹായിക്കുന്നത് കാണാം. അവൻ
അത്യന്തം പ്രബലനായിത്തീർന്നു. അവൻ്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. മാത്രമല്ല, ഇനി ആ രാജ്യത്ത് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നതിലും അദ്ദേഹം വിജയിച്ചു എന്ന് കാണുകയാണ്. യുദ്ധത്തിനായിട്ട് തൻ്റെ പടയാളികൾക്ക് പുതിയ പുതിയ ആയുധങ്ങൾ ഇൻവെൻ്റ് ചെയ്ത് നിർമ്മിച്ചുകൊണ്ട്, പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം ചെയ്യുന്ന പല ഇൻവെൻഷൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തു വന്നവരായി 3,07,500 പേരുള്ള ഒരു സൈന്യബലമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ആ രാജ്യത്തിന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം തന്നെ സഹായിച്ചു, ദൈവം തന്നെ അനുഗ്രഹിച്ചു. തുടർന്ന് അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വയ്ക്കേണ്ടതിന് കൗശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. നോക്കുക, ഇന്നത്തെ കാലത്ത് നാം ഉപയോഗിക്കുന്ന വലിയ റോക്കറ്റ് ലോഞ്ചറുകൾ പോലെ ഒരുപാട് അസ്ത്രങ്ങൾ ഒരേ സമയത്ത് എയ്തു വിടുവാനും വലിയ കല്ലുകൾ പീരങ്കികൾ പോലെ കൊണ്ട് അതിനെ ഉതിർത്തുകൊണ്ട് ശത്രുവിന് മധ്യത്തിൽ വലിയ നാശം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുവാനും ആ ആയുധങ്ങളെ ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുവാനും ഒക്കെ തന്നെക്കൊണ്ട് കഴിയുന്നുണ്ട്. ഈ 52 വർഷത്തെ ആ ഔദ്യോഗിക പദവിയിൽ ഏറ്റവും താൻ അനുഗ്രഹിക്കപ്പെട്ടു. തൻ്റെ ജീവിതം ഏറ്റവും വിജയകരമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയും. അതിൻ്റെ 15-ന്റെ അവസാന ഭാഗം, അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മിസ്രയീം വരെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രുതികൾ പരന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ പറയുകയാണ് ബഹുദൂരം, ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശ്രുതി പരക്കത്തക്ക വിധത്തിൽ ദൈവത്താൽ താൻ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച ആ മനുഷ്യൻ 16-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ നാം കാണുകയാണ്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഇവിടെയാണ് ദൈവമക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ മേഖലകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ നന്മ കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നിഗളം വരുന്നത്, നമ്മുടെ ബലം വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ ഏതോ ചില മേഖലകളിൽ നാം പ്രഗത്ഭരായി മാറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, അവിടെ നാം അറിയാതെ നിഗളം എന്നുള്ള ദൈവം ഏറ്റവും വിരോധമായി നിൽക്കുന്ന ഒരു പാപ സ്വഭാവം നമ്മളിൽ ആരംഭിക്കുകയാണ് എന്ന് ഓർക്കുക. ഇന്നുവരെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് നാളെ ഞാൻ ചിന്തിക്കുകയാണ്, എന്നെനിക്കൊരല്പം പ്രാർത്ഥിച്ചില്ലെങ്കിലും സാരമില്ല, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ നല്ല ക്രമീകൃതമാണ്, എല്ലാം നന്നായി മാനേജ് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട്, എനിക്കിപ്പോൾ യാതൊരു സ്ട്രെസ്സുമില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: എനിക്കെല്ലാം ഉണ്ട്, ഇനി എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് സഹായം ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിതാ വേഗത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ അളവ് കുറയ്ക്കുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ ആകുന്നു, ഇന്ന് ഞാൻ വേദപുസ്തകം വായനയിൽ കുറവുണ്ടാകുന്നു. അങ്ങനെ ക്രമേണ ദൈവത്തിങ്കിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുകയും ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുകയും എന്നിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുകയും ഞാൻ വലിയ ആളായി, ഞാൻ ദൈവത്തോളം വലിയൊരാളായി, എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ചിന്ത എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ അവിടെ നിഗളം ആരംഭിക്കുകയാണ്. ഈ ഉസിയാവ് എന്നുള്ള രാജാവ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ പ്രബലനായി തീർന്ന രാജാവ്, ദൈവത്താൽ അഭിവൃദ്ധി പ്രാപിച്ച രാജാവ്, ദൈവത്തെ അന്വേഷിച്ചിരുന്ന, ദൈവഭക്തനായിരുന്ന, ദൈവത്തിന് പ്രസാദകരമായത് മാത്രം ചെയ്തിരുന്ന ഈ ഉസിയാവ് രാജാവ് എപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് നിഗളമെന്നുള്ള സ്വഭാവം രൂപം കൊള്ളുവാനായിട്ട് തുടങ്ങിയോ അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ നാശം തുടങ്ങുകയാണ്. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അപ്രകാരം നിഗളിച്ച ഉസിയാവ്, തന്നിൽ തന്നെ ആശ്രയിച്ച, താൻ വലിയ ആളായി എന്ന് മനസ്സിലായ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ നിഗളത്താൽ നിറയപ്പെട്ട ഉസിയാവ് താൻ ചെയ്തത്, പുരോഹിതന്മാർക്ക് മാത്രം അവകാശമുണ്ടായിരുന്ന, പുരോഹിതൻ മാത്രം ചെയ്യണമെന്ന് ദൈവം ആലോചന കൊടുത്തിരുന്ന, ദൈവം അങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ദൈവാലയത്തിലേക്ക് കടന്നുപോയി, വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി ധൂപകലശമെടുത്ത് ധൂപം കാട്ടുവാൻ അത് പുരോഹിതന്മാർക്ക് മാത്രമാണ് ദൈവം അനുവാദം കൊടുത്തിരുന്നത്. എന്നിരിക്കെ ഉസിയാവ് രാജാവ് താൻ തന്നെ ആ കാര്യം ചെയ്യുവാനായിട്ട് തയ്യാറാവുകയാണ്. ദേവാലയത്തിനകത്തേക്ക് അദ്ദേഹം കടന്നുപോയി ഈ പ്രവൃത്തി ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെയുള്ള പുരോഹിതന്മാരും ഏകദേശം 80ഓളം പേരും
അതിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കാം, അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസ്സിയ രാജാവിനെ തടുത്ത് അവനോട് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. രാജാവേ, അവിടെ നിന്ന് ഇത് ചെയ്യരുത്, ഇത് ദൈവത്തിന് ഹിതകരമായിട്ടുള്ളൊരു കാര്യമില്ല. അവിടെ നിന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവത്താൽ നിയുക്തനായ രാജാവ് തന്നെയാണ്, പക്ഷേ ഇത് നിങ്ങൾ ചെയ്യരുത്, ഇത് താങ്കൾ ചെയ്യരുത്, ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും വിരോധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടുക്കുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവരോട് തിരിച്ച് കോപത്തോടെ പ്രതികരിച്ചതിന് ശേഷം ആ പ്രവൃത്തി താൻ പിന്നെയും തുടരുമ്പോൾ, അവരോട് കോപത്തോട് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗം എന്നുള്ള മഹാവ്യാധി തൻ്റെ ശരീരത്തിൽ രൂപം കൊള്ളുവാനായിട്ട് തുടങ്ങുകയാണ്. ഉസ്സിയ രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴേക്കും, തൻ്റെ നിഗളം തന്നെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു. പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, രാജാവൊക്കെ ആയ ആ മനുഷ്യൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ നിഗളം തന്നെ നാശത്തിലേക്ക് വഴി നടത്തുകയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി എവിടെയോ മാറി ഒരു ചെറിയൊരു സ്ഥലത്ത്, ഒരു കുടിലിനകത്ത് തൻ്റെ ആയുഷ്കാലം മുഴുവനും ഉപജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തൻ്റെ ജീവിതം വഴുതി മാറുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിൽ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം നല്ലവനാണ്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താവശ്യത്തോടു കൂടെ നിങ്ങളായിരിക്കുന്നുവോ ആ മേഖലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരും, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. തലമുറകളുടെ മേൽ ദൈവിക നന്മകൾ കടന്നു വരും. വരും ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ വച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും നന്മ നൽകിയ ആ ദൈവത്തെക്കാൾ ഈ നന്മയെ നാം വലുതായി കാണരുത്. ആ നന്മയാണ് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നന്മയുടെ പിന്നാലെ പോയി സമയം കളഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ സമയമില്ലാത്ത അളവിൽ നമ്മുടെ നിഗളം നമ്മിൽ വർദ്ധിച്ചു വരുവാൻ ഒരിക്കലും നാം അവസരം കൊടുക്കരുത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് ഇപ്രകാരം പറയട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് മാത്രം ചെയ്യുവാനായിട്ട് തയ്യാറാകുക. ആ വിധത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക, ദൈവത്താൽ അഭിവൃദ്ധി പ്രാപിക്കുക. പക്ഷേ ആ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ജീവിതത്തിൻ്റെ ഒടുവിൽ വരെ അനുഭവിക്കത്തക്ക അളവിൽ നമ്മുടെ ജീവിതത്തിൽ നിഗളം അല്പം പോലും പൊങ്ങി വരാതെ ഞാൻ എന്നുള്ള ഭാവത്തെ അടിച്ചമർത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ യേശു എന്നിൽ വളരട്ടെ, ഞാനോ കുറയട്ടെ, ആ ഒരു മനോഭാവത്തോടെ നമ്മുടെ ജീവിതം വിജയകരമായി പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.